ഗുഡ് മോർണിംഗ്. ഞാൻ അക്ബർ അലി, ലെക്ചർ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, GWPTC കൈമനം. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ S3 ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ് എടുക്കുന്നത്. ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ്, അതിൻ്റെ കോഴ്സ് കോഡാണ് ഈ കാണിച്ചിരിക്കുന്നത് 3214. ഓക്കെ, അതിന് ക്രെഡിറ്റ് 4 ദാറ്റ് മീൻസ് നിങ്ങൾക്കുള്ള ഇൻസ്ട്രുമെൻറ്റേഷൻകാർ ഒരു കോർ സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഓക്കെ, മെയിനായിട്ട് നിങ്ങൾക്ക് 4 മൊഡ്യൂളുകളാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്കാണ്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് ബേസിക്സ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഓക്കെ, രണ്ടാമത് വന്നിട്ട് ഇൻഡക്റ്റൻസ് ട്രാൻസ്ഡ്യൂസേഴ്സും മാഗ്നറ്റിക് ട്രാൻസ്ഡ്യൂസേഴ്സും. ഓക്കെ, മൂന്നാമത്തെ മൊഡ്യൂൾ വന്നിട്ട് കപ്പാസിറ്റൻസും പീസോ ഇലക്ട്രിക്കും ഫോട്ടോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സും. നാലാമത്തെ മൊഡ്യൂൾ വന്നിട്ട് റേഡിയേഷൻ ഡിറ്റക്ടേഴ്സും സ്പെഷ്യൽ ടൈപ്പ് ട്രാൻസ്ഡ്യൂസേഴ്സും. അങ്ങനെ 4 മൊഡ്യൂളുകളാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, അത് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബേസിക്സ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് മെയിനായിട്ടും പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇതാണ്ടെന്ന് നോക്കിയേ, എന്തൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ടു ഡിഫൈൻ ട്രാൻസ്ഡ്യൂസർ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ പഠിക്കണം. അല്ല, പിന്നെ അടുത്തെന്താണ്, ടു ക്ലാസിഫൈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് ലൈക്ക് ആക്റ്റീവ്, പാസീവ്, അനലോഗ് ആൻഡ് ഡിജിറ്റൽ. ദെൻ ടു ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ്. സെൻസറും ട്രാൻസ്ഡ്യൂസറും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ടു കമ്പയർ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ് വിത്ത് എക്സാമ്പിൾ. അതാണ് ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ടിൽ പഠിപ്പിക്കേണ്ടതാണ് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസേഴ്സിനെ കുറിച്ചിട്ടാണ് സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് മെയിനായിട്ട് നമുക്കിപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിഫൈൻ ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ ട്രാൻസ്ഡ്യൂസറിനെ ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ടിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, ഇതാണ് നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ട്രാൻസ്ഡ്യൂസർ എന്തെന്നുള്ളത്. അതിൻ്റെ ഡെഫിനിഷനാണ് ഈ കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒരു ചെറിയൊരു സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രം നോക്കി, ഒരു ട്രാൻസ്ഡ്യൂസർ എന്ന് കാണിച്ചേക്കുന്നു. അതിൻ്റെ ഇൻപുട്ട് അല്ലേ, ട്രാൻസ്ഡ്യൂസറിൻ്റെ ഉള്ളിലോട്ട് കൊടുക്കുന്ന ഈ സൈഡാണ്, ഈ ലെഫ്റ്റ് സൈഡിലുള്ളതിനെയാണ് ഇൻപുട്ട് സൈഡ് എന്ന് പറയുന്നത്. ട്രാൻസ്ഡ്യൂസറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സിഗ്നൽ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈഡ് ട്രാൻസ്ഡ്യൂസറിൻ്റെ ഇൻപുട്ട്, റൈറ്റ് സൈഡ് ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ വൺ ഫോം ഓഫ് എനർജിയാണ് നമ്മൾ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുന്നത്, നമുക്ക് ഔട്ട്പുട്ടിൽ അനദർ ഫോം ഓഫ് എനർജി. അത് സിമ്പിളായിട്ട് ജസ്റ്റ് കാണിച്ചേക്കണം എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഡെഫിനിഷൻ നോക്കിയോ. ട്രാൻസ്ഡ്യൂസർ ഈസ് എനി ഡിവൈസ് that converts energy in one form to another. Okay, transducer എന്ന് പറയുന്നത് it's a device that converts energy in one form to another. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷനാണ്. അപ്പോൾ എന്താണ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയേഴ്സാണ്. സപ്പോസ് വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം, അതായത് ഞാൻ വെള്ളം ചൂടാക്കി ഒരു 50 ഡിഗ്രി സെൽഷ്യസിൽ വെക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ എൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, വെള്ളം ചൂടാക്കി 50 ഡിഗ്രി സെൽഷ്യസിൽ നിർത്തണം. അപ്പോൾ ഈ സിസ്റ്റം എപ്പോഴും 50 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഹീറ്റ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ടെമ്പറേച്ചർ കൂടി 50 നിന്ന് 55 ആകാം. അതെന്നുണ്ടെങ്കിൽ 50 നിന്ന് ടെമ്പറേച്ചർ കുറേ 50 നിന്ന് 45 ആകും. അങ്ങനെയൊക്കെ ഡിഫറൻസുകൾ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഈ ടെമ്പറേച്ചർ മെഷർ ചെയ്യണം അല്ലേ. അപ്പോൾ ആ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്. അപ്പോൾ അത് മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് എന്താണ്, ടെമ്പറേച്ചർ. നമ്മൾ സാധാരണ നോർമൽ കേസിൽ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണ്, തെർമോമീറ്റേഴ്സ് ആണല്ലേ. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴും നമ്മൾ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണ്, ഒരു തെർമോമീറ്ററാണ്. അപ്പോൾ ഈ തെർമോമീറ്റർ എന്ത് ചെയ്യും, നമ്മുടെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട്, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ എന്ത് ചെയ്യും, റീഡിങ് കൂടി വരും. ദാറ്റ് മീൻസ് ആ മെർക്കുറി എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് റീഡിങ് കൂടുതൽ കിട്ടും.
പക്ഷേ ഈ തെർമോമീറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ റീഡിങ് നമുക്ക് വായിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അതിൻ്റെ റീഡിങ് നമുക്ക് എടുക്കാൻ മാത്രമേ കഴിയുള്ളൂ. പക്ഷേ അതിനെ നമുക്കൊരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? കഴിയില്ല. നമുക്ക് ജസ്റ്റ് തെർമോമീറ്ററിൻ്റെ റീഡിങ് എടുക്കാൻ മാത്രമേ കഴിയുള്ളൂ. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്കൊരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് എടുക്കാൻ കഴിയത്തില്ല. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം നോൺ കോൺടാക്ട് തെർമോമീറ്റേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ തന്നെ ഒരു ടോർച്ച് അടിക്കുന്ന കണക്ക് ഇപ്പം എല്ലായിടത്തും കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ ഹോസ്പിറ്റലിലും റെയിൽവേ സ്റ്റേഷനിലും എല്ലാം ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നോൺ കോൺടാക്ട് തെർമോമീറ്റേഴ്സ്. അതിലെങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് ടെമ്പറേച്ചർ എത്രയുണ്ടെന്നുള്ളത് നമുക്ക് ഡിജിറ്റൽ ഫോമിൽ കാണാൻ കഴിയും. അപ്പം ടെമ്പറേച്ചർ മെഷർമെൻറ്റ് തന്നെ 2 ഡിവൈസിൽ 2 മെത്തേഡിലാണ് ചെയ്തേക്കുന്നത്. തെർമോമീറ്ററിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കലായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നില്ല. പക്ഷേ നോൺ കോൺടാക്ട് തെർമോമീറ്റേഴ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റുന്നുണ്ട്? ഡിജിറ്റൽ ഫോമിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഇലക്ട്രിക്കൽ റീഡ് ഔട്ടിൽ ഒരു ഇത്ര ടെമ്പറേച്ചർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമുക്കതിനെ അപ്പോൾ എന്തെന്ന് പറയാം? ഒരു ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞുകൂടെ? നമുക്കുള്ള ടെമ്പറേച്ചറിനെ മെഷർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം? ആ മെഷർമെൻറ്റ് കാണിച്ചു തരണം. അപ്പോൾ അതിന് നമുക്ക് എന്തെന്ന് പറയാം? അതിനൊരു ട്രാൻസ്ഡ്യൂസർ എന്ന് പറയാം. ഓക്കെ. പിന്നെ ഇപ്പം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്കുള്ളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതുപോലെ നമുക്ക് ഒരു ഇൻഡസ്ട്രിയിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് നമുക്ക് ലെവൽ മെഷർ ചെയ്യേണ്ടി വരും. എത്ര ലെവൽ വാട്ടറുണ്ട്, അങ്ങനെ ലെവൽ മെഷർ ചെയ്യേണ്ടി വരും. അതുപോലെ ടെമ്പറേച്ചർ മെഷർ ചെയ്യേണ്ടി വരും, പ്രഷർ മെഷർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഹ്യൂമിഡിറ്റി മെഷർമെൻറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമുക്ക് ഒരുപാട് മെഷർമെൻറ്റ് സിസ്റ്റങ്ങൾ നമുക്കുണ്ട്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം ഇൻഡസ്ട്രിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ട്രാൻസ്ഡ്യൂസർ എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് സിമ്പിളായിട്ട് നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ്സ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട്സ് എനർജി ഇൻ വൺ ഫോം ടു അനദർ. ഓക്കെ, നോക്കിക്കോളൂ. ദ സിഗ്നൽ ഗിവൺ ടു ദ ട്രാൻസ്ഡ്യൂസർ ഈസ് കാൾഡ് ആസ് ഇൻപുട്ട്. ദിസ് ഈസ് ദ പാരാമീറ്റർ ദാറ്റ് ഈസ് ടു ബി മെഷേർഡ് ബട്ട് കനോട്ട് ബി മെഷേർഡ് ഡയറക്ട്ലി. അല്ലേ? നമുക്കിപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയെ ഡയറക്റ്റ് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല. ഇല്ലേ? നമുക്ക് ഡയറക്റ്റ് മെഷർ ചെയ്യാൻ കഴിയില്ല. നമുക്ക് ടെമ്പറേച്ചറിനനുസരിച്ച് ഇപ്പോൾ തെർമോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ തന്നെയും ടെമ്പറേച്ചറിനനുസരിച്ച് മെർക്കുറിയുടെ വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ മെർക്കുറിയുടെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ തെർമോമീറ്റർ ഡിസൈൻ ചെയ്തേക്കുന്നത്. നമുക്ക് ഡയറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ അതിൻ്റെ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്കത് മെഷർ ചെയ്യാൻ കഴിയും. The signal obtained from the transducer is called as output. ട്രാൻസ്ഡ്യൂസറിന് നമ്മളൊരു ഇൻപുട്ട്, ഒരു ഫിസിക്കൽ വേരിയബിൾ കൊടുക്കുന്നുണ്ട്. അത് ട്രാൻസ്ഡ്യൂസർ എന്ത് ചെയ്യുന്നുണ്ട്? അത് സെൻസ് ചെയ്തിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് തരുന്നുണ്ട്. ഓക്കെ, വിച്ച് ക്യാൻ ബി മെഷർഡ് ഈസിലി. ട്രാൻസ്ഡ്യൂസർ ഈസ് ആൻ electrical device which is used to convert one form of energy into another form. ഓക്കെ, ഒരു ഫോം ഓഫ് എനർജിയെ എന്ത് ചെയ്യും? മറ്റൊരു ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ട്രാൻസ്ഡ്യൂസർ. ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും മെജോറിറ്റി കേസിലും ഒരു കറണ്ട് വാല്യൂ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് സാധാരണ വോൾട്ടേജും കറണ്ടുമാണ് വരുന്നത്. ട്രാൻസ്ഡ്യൂസേഴ്സ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കറണ്ട് വാല്യൂ ആയിരിക്കും. ഓക്കെ, അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ലേറ്റർ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, in general these devices deal with different types of energy such as mechanical, electrical, light energy, chemical energy, thermal energy, acoustic energy, okay, electromagnetic energy, etc. ഇനി നമുക്ക് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ട്രാൻസ്ഡ്യൂസേഴ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, ട്രാൻസ്ഡ്യൂസേഴ്സിനെ അതിൻ്റെ ട്രാൻസ്ഡക്ഷൻ ഫോം യൂസ് ചെയ്യുന്നത് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രൈമറി, സെക്കൻഡറി എന്ന് ട്രാൻസ്ഡ്യൂസേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി ട്രാൻസ്ഡ്യൂസേഴ്സ്, സെക്കൻഡറി ട്രാൻസ്ഡ്യൂസേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സും പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സും. ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറും പാസീവ് ട്രാൻസ്ഡ്യൂസറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ തന്നെയാണ് അനലോഗ് ട്രാൻസ്ഡ്യൂസർ, ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ. ഇതും വേറൊരു ക്ലാസിഫിക്കേഷനാണ്. പിന്നെ ട്രാൻസ്ഡ്യൂസറും ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസേഴ്സും. ദാറ്റ് മീൻസ് ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റുവേറ്റേഴ്സ്, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. ഓക്കെ, ലേറ്റർ ക്ലാസ്സുകളിൽ നമ്മളതൊക്കെ നോക്കാം. അപ്പോൾ എന്താണ് ഒരു ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറും ഒരു പാസീവ് ട്രാൻസ്ഡ്യൂസറും എന്താണെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ 2 ട്രാൻസ്ഡ്യൂസേഴ്സ് ഞാൻ പറയാം.
ഒന്നെന്ന് പറയുന്നത് ഒരു തെർമോ കപ്പിളും മറ്റൊന്നൊരു സ്ട്രെയിൻ ഗേജും. രണ്ട് എക്സാമ്പിൾ ഞാൻ ഇടുകയാണ്. തെർമോ കപ്പിളും ഒരു സ്ട്രെയിൻ ഗേജും എടുക്കുകയാണ്. അപ്പോൾ ഈ തെർമോ കപ്പിള് നമ്മൾ +1 +2 പഠിച്ചിട്ടുണ്ട്. തെർമോ കപ്പിളിൻ്റെ വർക്കിംഗ് അത് സീബെക്ക് ഇഫക്റ്റ് അല്ലേ, അതിൻ്റെ ആ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സീബെക്ക് ഇഫക്റ്റാണ്. രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള മെറ്റൽസ് ജോയിൻ ചെയ്തിട്ടാണ് എന്ത് ഉണ്ടാക്കുന്നത്, ഒരു തെർമോ കപ്പിൾ ഉണ്ടാക്കുന്നത്. ഈ തെർമോ കപ്പിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് വ്യത്യസ്തമായിട്ടുള്ള മെറ്റൽസ് ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഈ രണ്ടിൻ്റെയും കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ടെമ്പറേച്ചർ വയ്ക്കുമ്പോൾ ഒരു ചെറിയ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. അത് മെഷർ ചെയ്തിട്ടാണ് നമ്മൾ തെർമോകപ്പിൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ തെർമോകപ്പിൾ എന്ന് പറയുന്ന സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേ അതിൽ പ്രത്യേകിച്ച് നമുക്ക് പവർ സപ്ലൈ ഒന്നും കൊടുക്കണ്ട. ഡയറക്റ്റായിട്ട് നമുക്ക് തെർമോകപ്പിൾ എന്ത് ചെയ്താൽ ഡയറക്റ്റ് കൊണ്ട് നമുക്കൊരു ടെമ്പറേച്ചർ ഏതിൻ്റെ ടെമ്പറേച്ചറാണോ മെഷർ ചെയ്യേണ്ടത് അതിൽ കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇമ്മേഴ്സ് ചെയ്യുമ്പോഴത്തേ നമുക്ക് അതിലുള്ള ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് നമുക്ക് റീഡിങ് കിട്ടും. പക്ഷേ നമ്മൾ സ്ട്രെയിൻ ഗേജ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടകളിലൊക്കെ പോകുമ്പോൾ സാധനം തൂക്കുന്ന ത്രാസ് കണ്ടിട്ടില്ലേ, ഇപ്പോൾ ഡിജിറ്റൽ ത്രാസുകൾ. ഓക്കെ, അപ്പോൾ അതിലൊക്കെ എന്താണ് സ്ട്രെയിൻ ഗേജസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈ ഇടും. ഒരു പവർ സപ്ലൈ കൊടുത്തിട്ട് ഇതിനെ ഒരു വീസ്റ്റം ബ്രിഡ്ജ് ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം ബാലൻസ് ചെയ്യണം. അപ്പോൾ ആ വീസ്റ്റം ബ്രിഡ്ജൊക്കെ നമ്മൾ എന്താണ് ഫസ്റ്റ് ഇയർ തന്നെ നിങ്ങൾ ലാബൊക്കെ ചെയ്തിട്ടുള്ളതാണ്. വീസ്റ്റം ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 റെസിസ്റ്റൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടും പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഈ സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്താണ് നമ്മളൊരു എക്സ്റ്റേണൽ പവർ സപ്ലൈ എടുത്ത് അതിനെ ബാലൻസ് ആക്കി എടുക്കണം. പക്ഷേ ഒരു തെർമോ കപ്പിളാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് പവർ സപ്ലൈ ഒന്നും കൊടുക്കേണ്ട, ഡയറക്റ്റ് അതിന് നമുക്ക് മെഷർമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യാം. അതാണ് ആക്റ്റീവും പാസീവും തമ്മിലുള്ള ഡിഫറൻസ്. ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിയോളൂ, ഡെഫിനിഷൻ നോക്കിയോളൂ. ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആർ ദോസ് വിച്ച് ഡു നോട്ട് റിക്വയർ എനി പവർ സോഴ്സ് ഓഫ് ദെയർ ഓപ്പറേഷൻ. അല്ലേ, ആക്റ്റീവായിട്ടുള്ള ട്രാൻസ്ഡ്യൂസേഴ്സിന് എന്താവശ്യമില്ല, അതിൻ്റെ ഓപ്പറേഷന് വേണ്ടി പ്രത്യേക പവർ സപ്ലൈയുടെ ആവശ്യം ഇല്ല. ദേ വർക്ക് ഓൺ എനർജി കൺവേർഷൻ പ്രിൻസിപ്പിൾ. അത് എന്ത് ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്? എനർജി കൺവേർഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ദേ പ്രൊഡ്യൂസ് ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ പ്രൊപ്പോർഷണൽ ടു ദ ഇൻപുട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമ്മൾ തെർമോ കപ്പിളാണ് ഉദാഹരണമായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ടെമ്പറേച്ചറിനനുസരിച്ച് അതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് നമുക്ക് തരുന്നുണ്ട്. എക്സാമ്പിൾ തെർമോ കപ്പിൾ. ഇനി വേറൊരു ഉദാഹരണമാണ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ. When an external force is applied to a quartz crystal, there will be a change in the voltage generated across the surface. This change is measured by its corresponding value of sound or vibration. അല്ലേ, പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഇതും നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന മൊഡ്യൂളിൽ 3rd മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാലും പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ പ്രത്യേകതയാണ്. നമ്മളിപ്പോൾ ആ മെറ്റീരിയൽ എടുത്ത് പ്രസ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ അതിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, അത് ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിലൊരു പ്രഷറാണ് അപ്ലൈ ചെയ്യുന്നത്. ആ പ്രഷർ അപ്ലൈ ചെയ്താൽ മാത്രം മതി, അല്ലാതെ അതിൽ പ്രത്യേകിച്ച് നമ്മൾ കറണ്ടോ ഒരു ബാറ്ററിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഒരു ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറാണ്. പ്രത്യേക വർക്ക് ചെയ്യുന്നതിന് വേണ്ടി പവർ സപ്ലൈയുടെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് അതിനെയും ഒരു ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയാം. ഇനി പാസീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റേണലി പവർ ഓപ്പറേറ്റഡ് transducers which require an external power source for their operation is called as a passive transducer. Transducer which require an external power source for their operation is called a passive transducer. They produce an output signal in the form of some variations in resistance, capacitance or any other electrical parameters. അത് നമ്മൾ വരുന്ന അതായത് ഓരോ മൊഡ്യൂളിലും സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസേഴ്സാണ് പഠിക്കുന്നത്. 3rd മൊഡ്യൂളിൽ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, വിച്ച് ദെൻ ഹാസ് ടു ബി കൺവേർട്ടഡ് ടു ഇക്വലന്റ് കറണ്ട് ഓർ വോൾട്ടേജ് സിഗ്നൽ. ഓക്കെ, പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അതിനൊരു എക്സ്റ്റേണൽ പവർ സപ്ലൈ വേണം. ഉദാഹരണം എന്താണ്? ദ സ്ട്രെയിൻ ഗേജ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പാസീവ് ട്രാൻസ്ഡ്യൂസർ that uses electrical resistance variations in wires to sense the strain produced by a force on wires.
ഒരു സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് ഒരു പാസീവ് ട്രാൻസ്ഡ്യൂസറിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ അതെന്താണ്, ആദ്യമേ അതിനെ നമ്മൾ ബാലൻസ് ചെയ്യുന്നിടത്തും വീസ്റ്റൺ ബ്രിഡ്ജ് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, എന്നാൽ എന്തിരുന്നാലും നമ്മൾ വരുന്ന മൊഡ്യൂളുകളിൽ ഈ കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇതിപ്പോൾ ക്ലാസിഫൈ ചെയ്തേ ഉള്ളൂ, ഈ ക്ലാസിഫൈ ചെയ്തതിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ സർക്യൂട്ട് ഡയഗ്രം എല്ലാം വെച്ച് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ആണ്ട് ഇത്ര പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ വളരെ 1-2 കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഒന്ന്, എന്താണ് ഒരു ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, 2 അതിൻ്റെ ക്ലാസിഫിക്കേഷൻ 2-3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഒന്ന് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറും പാസീവ് ട്രാൻസ്ഡ്യൂസറും. പിന്നെ വേറൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അനലോഗും ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ. വേറൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഡ്യൂസേഴ്സും ഇൻവേഴ്സ് ട്രാൻസ്ഡ്യൂസറും. അതിനുശേഷം ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പറേഷന് എന്ത് വേണ്ട, എക്സ്റ്റേണൽ പവർ സപ്ലൈ വേണ്ട. പാസീവ് ട്രാൻസ്ഡ്യൂസർ ആകുമ്പോൾ അതിനൊരു എക്സ്റ്റേണൽ പവർ സപ്ലൈ വേണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.